മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ റിതമിക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ പല കുട്ടികൾക്ക് ഇത് എന്താണ് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ള സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Prepare 2 engaging rhythmic sentences suitable for catchy advertisement jingles to promote the Eco Clean Extractor. എന്താണ് സാധനം? ഡിവൈസ് ടു എക്സ്ട്രാക്ട് ആൻഡ് റിമൂവ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ജിംഗിൾസ് വേണ്ടി, പാട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ റിതമിക് സെൻറ്റൻസ് ഉണ്ടാക്കും. ഈ റിതമിക് സെൻറ്റൻസ് ആണ് പല രീതിയിലാവാം. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ റൈം ചെയ്യുന്ന അവസാനം, ഇപ്പോൾ 2 സെൻറ്റൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 വേർഡ്സ് റൈം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയ പണി തീർന്നു. ഫോർ എക്സാമ്പിൾ, സീ ഫ്രീ, റൈമിങ് സൗണ്ട്സ് അല്ലേ. അതുപോലെ ഗ്രീൻ ക്ലീൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി എളുപ്പമാണ്. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്താണ് പ്ലാസ്റ്റിക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, റൈം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് അവസാനിപ്പിക്കുക. അതിപ്പോൾ ഭയങ്കര അടിപൊളി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലീൻ ദ ലാൻഡ്, ക്ലീൻ ദ സീ, എക്കോ ക്ലീൻ സെറ്റ്സ് നേച്ചർ ഫ്രീ അല്ലേ. ക്ലീൻ ദ ലാൻഡ് ക്ലീൻ ചെയ്യുക, ക്ലീൻ സീ ക്ലീൻ ചെയ്യുക, എക്കോ ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ സാധനം? സെറ്റ്സ് നേച്ചർ ഫ്രീ, നേച്ചറിനെ ഫ്രീ ആക്കും. ഓക്കെ, അപ്പോൾ അത് എന്ത് എഴുതണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. കുറച്ച് ഇങ്ങനത്തെ 2-3 ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ പ്രിപ്പയർ 2 ആണ്. അപ്പോൾ നമ്മൾ 2 വേണം. പിക്ക് ദ പ്ലാസ്റ്റിക്, കീപ്പ് ഇറ്റ് ഗ്രീൻ, ദ സ്മാർട്ടസ്റ്റ് വേ ടു കീപ്പ് ഇറ്റ് ക്ലീൻ. അപ്പോൾ ഒരു റിതമിക് സെൻറ്റൻസ് ആണ്. പിന്നെ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഒരു സാധനം പിന്നെ വേറൊരു സാധനം, വേറൊരു സാധനം പിന്നെ വേറൊരു സാധനം അല്ലേ. അപ്പോൾ എത്ര ഇതുണ്ട്? 1 2 3 4. അപ്പോൾ വെറുതെ 2 സെൻറ്റൻസ് കൊണ്ട് റൈമിപ്പിക്കല്ല. ക്ലീൻ ദ ലാൻഡ്, ക്ലീൻ ദ സീ, എക്കോസ് ക്ലീൻ, സെറ്റ്സ് നേച്ചർ ഫ്രീ. അപ്പോൾ ആ ഒരു 4 സാധനം കിട്ടി. ഇവിടെയും പിക്ക് ദ പ്ലാസ്റ്റിക്, കീപ്പ് ഇറ്റ് ഗ്രീൻ, ദ സ്മാർട്ടസ്റ്റ് വേ ടു കീപ്പ് ഇറ്റ് ക്ലീൻ. ആ ഒരു 4 സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് റിതമിക് സെൻറ്റൻസ് ആയി മാറും. അങ്ങനെയാണ് റിതമിക് സെൻറ്റൻസിൻ്റെ ലോജിക്. ഈ റൈം ചെയ്യുന്ന നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് റൈം ഇതിലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും എഴുതി വെക്കണം, മാർക്ക് കിട്ടിക്കോളും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ആൻസർ നോക്കാതെ വേണം ട്രൈ ചെയ്ത് നോക്കുക. The Eco Club of your school is launching biodegradable pens that contain seeds. Prepare 2 rhythmic sentences that can be used to create advertisement jingles to promote the product. വീണ്ടും എന്താണ് എന്തോ ബയോഡിഗ്രേഡബിൾ പെന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പെന്ന് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, പെന്ന് ഹെന്നോ ഒബ്വിയസ്ലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ മിക്ക സമയത്ത് ഈ ബയോഡിഗ്രേഡബിൾ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ട്രീ എന്നുള്ള സാധനമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ. ഫ്രീ, ട്രീ ഒക്കെ വർക്കാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഗ്രീൻ, ക്ലീൻ ഒക്കെ മിക്കവാറും യൂസ്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ടുഡേ, ഗ്രോ ട്രീ, പ്ലാന്റ് യുവർ പെൻ ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ. പെന്നിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, പ്ലാന്റ് യുവർ പെൻ ആൻഡ് സെറ്റ്. ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് മണ്ണിലേക്ക് തന്നെ നമുക്ക് കുഴിഞ്ഞു പോയിക്കോളും അല്ലേ, അലിഞ്ഞ് ചേർന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ് യുവർ പെൻ ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം പരീക്ഷയുടെ സമയത്ത് നമുക്ക് കുറേ ചിന്തിക്കാനൊന്നും സമയമില്ല. അതിന് മാത്രം മാർക്കൊന്നും ഇല്ല. 4 മാർക്കിൻ്റെ ചോദ്യമേ ഉള്ളൂ. 6-7 മാർക്കിൻ്റെ വേറെ ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഓവർ ഇതിന് സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഞാൻ എന്തെങ്കിലും പരിപാടിയും കൂടി എഴുതി വെക്കുക. പിന്നെ അടുത്ത ഡോണ്ട് ത്രോ ഇറ്റ്, സോ ഇറ്റ്. അപ്പോൾ എപ്പോഴും 4 സെൻറ്റൻസ് ഉണ്ടാവണമെന്നില്ല. സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, 2 സെൻറ്റൻസ് ഒറ്റതിലും 4 സെൻറ്റൻസ് അല്ല, 4 ഇതുപോലത്തെ 1 2 3 4 റൈറ്റ് ടുഡേ, ഗ്രോ ട്രീ, പ്ലാന്റ് യുവർ പെൻ, സെറ്റ് ഫ്രീ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെ ചെറുതായി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. റൈം ഇവിടെ ചെയ്യുന്നുണ്ട്, ഡോണ്ട് ത്രോ ഇറ്റ്, സോ ഇറ്റ്. അപ്പം ഇങ്ങനത്തെ റിതമിക് സെൻറ്റൻസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ അടുത്ത് എന്താണ്, പ്രിപ്പയർ 2 catchy rhythmic sentences that could serve as a promotional tagline for എന്താണ് ഒരു ഷോർട്ട് ഫിലിമാണ് പറയുന്നത്, ഡേഞ്ചേഴ്സ് ഓഫ് ഇമ്പാക്ട് ഓഫ് റൈസിങ് ഡ്രഗ് ആൻഡ് സബ്സ്റ്റൻസസ്. ഡ്രഗിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്, കട്ട് ദ ഹാബിറ്റ് ലൈക്ക് എ നൈഫ്. അപ്പോൾ ലൈഫും നൈഫും ആണ് ഇവിടെ റൈം ചെയ്യുന്നത്. ഒബ്വിയസ്ലി എന്താണ് റിതം ഉണ്ട് അല്ലേ. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്, കട്ട് ദ ഹാബിറ്റ് ലൈക്ക് എ നൈഫ്. അത്രേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ്, 1 puff can blow your dreams away, be strong and simply walk away. അപ്പോൾ എവേ എന്ന് പറഞ്ഞാൽ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ആയി ഒരു റിതമിക് സെൻറ്റൻസ് ആയി മാറി. അപ്പോൾ ഒബ്വിയസ്ലി ഇത് പരീക്ഷാ സമയത്ത് നിന്നിട്ട് കുറേ ഞാൻ പറഞ്ഞ പോലെ കുറേ ചിന്തിച്ച് കളയാൻ നമുക്ക് സമയമില്ല. അതിന് മാത്രം വേർത്തുമല്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, പല കുട്ടികളും എന്താ വെച്ചാൽ ഇത് കിട്ടാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാതൊക്കെ പോകും, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യും, ലൈഫ്, നൈഫ്, ഗ്രീന്, ക്ലീന്, ഫ്രീ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ നോക്കിച്ചില്ലേ, അത് വെച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക. റൈം ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടായാൽ മതി. 1 2 3 4 എന്നിട്ട് ഉണ്ടായാൽ പരിപാടി സെറ്റാണ്. ആ 4 മാർക്ക് അങ്ങോട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ റിതമിക് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെയ്തു വെക്കണം. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ഈ 2-3 പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ധാരാളമാണ്. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.